സത്യത്തിൽ കുരുക്ക് വേണം. ഈ കുരുക്കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. സ്ത്രീകളാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കുരുക്കാണ് ഇതാ ഈ തലയിലെ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ജട കിട്ടുക. ആ ജട കിട്ടുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണല്ലേ, അല്ലാതെ ചിലപ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഫ്രീസി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ജട കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ട്, എന്നെ പോലെ മുടിയൊക്കെ അഴിച്ചിട്ട് എപ്പോഴും നടക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോഴും അത് കിടക്കുമ്പോഴും ഒക്കെ അങ്ങനെ കാറ്റടിച്ച് അത്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മോതിരം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉടക്കും. ഈ ഉടക്കുകൾ അഴിച്ചെടുക്കുന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഉടക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്കിന്നൊരു ഉടക്കിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കറ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തൂത്ത് കളയാൻ സാധിക്കും അല്ലേ, നമ്മൾ എന്തെങ്കിലും വെച്ച് ക്ലീൻ ചെയ്ത് കളയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അതിനെയൊക്കെ മനസ്സിലാക്കി ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് പോകേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ കയ്യിലുള്ള നല്ല നല്ല കാര്യങ്ങളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള മോശം കാര്യങ്ങളെ ക്ലീൻ ആക്കുക എന്നുള്ളത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തിന് വളരെ നല്ലൊരു കാര്യം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയില്ലേ, സെൽഫ് ലവ്, അതിനെക്കുറിച്ചാണ്. ഈ സെൽഫ് ലവ് എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ എങ്ങനെയായിരിക്കുന്നോ അങ്ങനെ തന്നെ സ്നേഹിക്കുക, നമ്മളിലെ കുറവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കുക. ഓക്കെ, ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എന്താന്ന്? വേറൊരു വ്യക്തിയെ കണ്ടിട്ട് അതുപോലെ ആകണം എന്നുള്ള തോട്ടില്ലേ, അത് നമ്മളിപ്പം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചറാകണം, നമ്മൾ ടീച്ചറിനെയാണ് കൂടുതൽ കാണുന്നത്. ഒരു ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 50 സ്റ്റുഡൻസിനോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താകണം എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ഭൂരിഭാഗം കുട്ടികൾ പറയും ടീച്ചറാവുക. എന്തോ നമ്മുടെ ടീച്ചറിനെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും അവരുടെ വിഷൻ മുഴുവൻ. ഡ്രൈവറാകുക, ചിലർ പറഞ്ഞേക്കാം JCB ഡ്രൈവറാകണം. അവരുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, വലിയ അത്ഭുതകരമായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് JCB ഡ്രൈവർ. അത് മോശമാണെന്നല്ല, നമ്മുടെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും ഇതാ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നാൽ നമുക്ക് വേണ്ടാത്തൊരു കാര്യം ഈ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യമില്ലേ, അതൊരിക്കലും വേണ്ട. ഇപ്പം JCB ഡ്രൈവർ നടത്തപ്പോൾ അത് തന്നെ പറയട്ടെ. ഇപ്പോൾ 2 JCB ഡ്രൈവറുണ്ട്, ഞാനൊരു JCB ഡ്രൈവറാണ്, അപ്പുറത്ത് വേറൊരു JCB ഡ്രൈവറുണ്ട്. അയാളെ പ്രൊഫഷണലി ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാം, നോക്കി പഠിക്കാം, അയാളുടെ സ്കില്ലുകളെ നോക്കി പഠിക്കാം. ഓക്കെ, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരാളുടെ സ്കില്ലിനെ നോക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതും ഒരു വ്യക്തിയുടെ ജനിച്ചു വന്നിട്ടുള്ള സാമ്പത്തിക ശാരീരികമായ കാര്യങ്ങളെ നോക്കിയിട്ട് അതുപോലെ ആകണമെന്ന് ശ്രമിക്കുന്നതും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ശാരീരികമായിട്ട്, അതായത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പുരുഷന്മാരും നമ്മുടെ ഇവിടെ ജോലൈൻ ക്ലിയർ ആക്കുന്നൊരു ഫില്ലേഴ്സ് കൊണ്ട് ചെയ്യാറുണ്ട്, സർജറി ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ജോലൈൻ എൻഹാൻസ് ചെയ്ത് നല്ലതാക്കി എടുക്കുന്ന ഒരു V ഷേപ്പ് വരുന്ന തരത്തിലേക്ക് ആക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എല്ലാവരും ഈ സാധനം ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ജോലൈൻ ക്ലിയർ ആക്കാനുള്ള യോഗ കാണാം, അതുപോലെ തന്നെ സർജറീസ് കാണാം, എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കാണാം. ഇതൊക്കെ എന്തോ നമുക്ക് ഈ ജോലൈൻ ഒന്ന് ക്ലിയർ ആക്കണം അങ്ങനെയുള്ളൊരു ആഗ്രഹമാണ് എല്ലാവർക്കും. ജോലൈൻ
പെർഫെക്റ്റ് ആക്കണം, പെർഫെക്റ്റ് ആണോ, അവരുടെ ജോലൈൻ പോലെ എൻ്റെ ജോലൈനും ആകണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം. ഈ സംഭവം ശരിക്കും എന്തുകൊണ്ടാണ് നമുക്കത് വന്നത്? നമ്മുടെ പണ്ടത്തെ നടിമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഉർവശിയുടെ മുഖം അത്യാവശ്യം വട്ടമുഖമാണ് അല്ലേ? നല്ല ഭംഗിയുള്ള നടിമാരിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള നടിയാണ് ഉർവശിയുടെ മുഖം വട്ടമുഖമാണ്. അതുപോലെ നമ്മുടെ രേവതി, അതുപോലെ ശോഭന. ഈ രേവതിയെ പോലെ അല്ലെങ്കിൽ ഉർവശിയെ പോലെ ആകണമെന്ന് ശോഭന വിചാരിച്ചിട്ടുണ്ടാവോ? ഷേപ്പ് അങ്ങനെ ആയിരുന്നെങ്കിലോ? ഉർവശിയെ പോലെ തന്നെയാണ് ശോഭന ഇരിക്കുന്നെങ്കിലും. അപ്പം ഉർവശിയുടെ കഴിവുകളെ അഡാപ്റ്റ് ചെയ്യാൻ ഈ ശോഭന ശ്രമിച്ചിട്ടുണ്ടാവാം അല്ലെ? ശോഭനയിലെ നല്ല അഭിനേത്രിയെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ ഉർവശി ശ്രമിച്ചിട്ടുണ്ടാവാം. ഇതുപോലെ തന്നെ രേവതിയും ഒക്കെ അങ്ങനെ നടിമാർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ്, സാമന്ത എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ തമന്നയ്ക്ക് ഇരിക്കണം, തമന്ന എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നയൻതാരയ്ക്ക് ഇരിക്കണം, ഈ നയൻതാര എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമ്മുടെ ജോലിയിലും ആകണം. ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ജീനില് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുറച്ച് ഘടകങ്ങളുണ്ട്. അത് അങ്ങനെ അതിനെ പെർഫെക്റ്റ് ആക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. നമ്മൾ ധാരാളമായിട്ട് വീഡിയോസ് കാണുവാണ്. എൻ്റെ ജോലൈൻ ക്ലിയർ ആക്കിയത് ഇങ്ങനെയാണ്, എൻ്റെ ജോലൈൻ ക്ലിയർ ആക്കിയത് ഇങ്ങനെയാണ്, ഇങ്ങനെ ജോലൈൻ ക്ലിയർ ആക്കിയാൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഇതാണ് ഒരു പെർഫെക്റ്റ് ബോഡി ഫീച്ചർ. എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? ഒരു വ്യക്തി നമ്മുടെ ഹെയർ ലോസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. ഹെയർ ലോസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പുതിയ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചെയ്ത് ഹെയർ വെച്ച് പിടിപ്പിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അയാളുടെ ഹെയർ ലോസ് വന്നൊരു സംഭവം, അയാൾക്ക് ഹെയർ ഉണ്ടായിരുന്നു, അതിനെ പോയത് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളതും വേറൊരാളുടെ ജോലൈൻ പോലെ എൻ്റെ ജോലൈനും ക്ലിയർ ആകണം എന്നുള്ളതും രണ്ടല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കുറച്ച് നാളുകളായിട്ട് തോന്നുന്ന ഒരു ചിന്തയാണ്. എല്ലാവരും അവരുടെ ജോലൈന് ക്ലിയർ ആക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അവരെ പോലെ ആകാനാണോ? അതെന്തിനാ അവരെ പോലെ ആകുന്നത്? ഞാൻ എന്നെ പോലെ ആയിരുന്നാൽ പോലെ? അതല്ല എനിക്ക് നല്ലത്, അതല്ല പെർഫെക്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സിനെയും നമ്മൾ മാറ്റുക എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആളുകൾക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു അപ്പിയറൻസ് വ്യത്യാസം വന്നു കഴിയുമ്പോൾ അത് പെർഫെക്റ്റ് അല്ല, ഞാൻ അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, 100% പെർഫെക്റ്റ് ആയ ബോഡി ഫീച്ചർ ആയിരിക്കണം എനിക്ക് ഉണ്ടായിരിക്കണത് എന്നൊക്കെ ഒരു തോന്നൽ ആളുകൾക്കുണ്ട്. അത് അത്ര നല്ലതല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ അത്യാവശ്യം വയറുള്ള ഒരാളാണ്. എൻ്റെ ഒരു വിചാരം എന്ന് വെച്ചാൽ വയറ് എൻ്റെ ഫാമിലിയിൽ എനിക്കത് ഇഷ്ടമാണ്. എൻ്റെ ബോഡി ഫീച്ചറാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? പറയും, നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ പറയുന്നതിൽ ഞാൻ ഇപ്പോഴും വേറൊരു കാര്യം പറയാം. ഞാൻ ഒരു 100% തോട്ട് ശരിയായൊരു വ്യക്തിയല്ല. ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്ന കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് എൻ്റെ മാത്രം തോട്ടാണ്. എനിക്ക് കുറേ നാളുകളായിട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. മിസ്റ്റേക്ക് നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താൻ റെഡി. നിങ്ങൾ പറയണം, അത് പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പായിട്ട് തിരുത്തും. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെ ഒരു മിസ്റ്റേക്ക് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം
ഇന്നത്തേക്ക് ഇത്രയും മതിയില്ലേ. ഇവിടുന്ന് നീന്തുന്നർസ് നടത്തി വേണം ക്യാമറ ഓഫാക്കാൻ. അങ്ങനെ പോയി ഓഫാകട്ടെ.